ലേഡീസ് രാവിലെ നീ കുളിക്കുക നമ്മൾ വിചാരിക്കും ഇവനെന്തിട്ട് പറ്റിയെന്ന്. പക്ഷേ കുളിയുടെ പിന്നെ ഒരു രഹസ്യം കേട്ടാ. നമുക്കിതൊരു കാറ്ററിങ്ങിൻ്റെ പരിപാടി ഉണ്ട്. അതിന് വേണ്ടി പോക്കട്ടെ ഞാൻ ഈ അലമ്പാപ്പിയും കൂടിയിട്ട് രാവിലെ തന്നെ കുളിച്ചിട്ട് നമ്മൾ പോയി നൈസായിട്ട് സ്ഥലത്തെത്തിയിട്ടാ. ബീച്ച് ഡാമിൻ്റെ അടുത്ത് നടന്നിട്ട് സ്ഥലത്തേക്ക് കയറിയപ്പോൾ നോക്കിയപ്പോൾ സെറ്റപ്പ് ഫുള്ള് ജാതിക്കത്തോട്ടത്തിന് ഉള്ളാട്ട പരിപാടി. ഈ കാണുന്ന സ്ഥലത്താട്ട പരിപാടി നടക്കുന്നത്. അതിന് നമ്മൾ ചെന്നപ്പം നമുക്ക് കിട്ടിയ പണി വെച്ച് കഴിഞ്ഞാൽ തുണിയില്ലാത്ത കസാരക്ക് തുണിയിട്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ആദ്യം അടിവസ്ത്രം ഇട്ട് അതിന് മുകളിൽ മേൽവസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കസാരനെ അലങ്കരിച്ചത്. ഈ കസാര മൊത്തം നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഞാൻ ഒറ്റയ്ക്കല്ല, ആൾക്കാരുകളൊക്കെ ഉണ്ട്. അതിന് നമ്മൾ നൈസായിട്ട് നിന്നപ്പോൾ ഉണ്ടല്ല, നമുക്കിത് നല്ലൊരു ഉടുപ്പ് നമുക്ക് വേണ്ടി വന്നു. കാറ്ററിങ്ങിൻ്റെ ഉടുപ്പാട്ടത് കുഴപ്പമില്ല, നല്ല രസമുണ്ടായി കാണാൻ. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരുകൾ വന്നു തുടങ്ങി, പരിപാടികളാണ് തുടങ്ങി. പരിപാടിയുടെ ഉള്ളിലത്തെ വേറെ ഇതോളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടാ. ഭയങ്കര വിറകായിരുന്നു. പിന്നെ പരിപാടിയെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ടുള്ള ടീമുകാരൊക്കെ നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാറ്ററിംഗ് പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഇടുന്നുട്ടാ. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. നമുക്ക് വെള്ളത്തിൻ്റെ തരി വെള്ളം പോലും തരാത്ത പരിപാടികളായിരുന്നു ചെയ്തത്. നമുക്ക് ക്ഷമിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പൈസക്ക് വേണ്ടിയിട്ടല്ലേ, കഷ്ടപ്പെടുന്ന മനുഷ്യർക്കല്ല അവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമല്ലോ. ലാസ്റ്റ് നമ്മളിപ്പോൾ ഒരേ ടൈമിലൂടെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഫുഡ് കിട്ടിയത്